ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഒറ്റക്കുള്ളൂ ഇൻട്രോ പറയാനും ചായ എടുക്കാനും വ്ലോഗ് എടുക്കാനും ഒക്കെ കേട്ടോ. അപ്പൊ ഇന്ന് ബറാത്തിന്റെ നോമ്പല്ലേ, അപ്പൊ ഇന്നത്തെ ബറാത്തിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇപ്പല്ല ബാവാക്ക് മുതലാളിന്റെ കൂടെ എന്തോ ഒരു വണ്ടിന്റെ ആവശ്യത്തിന് പുറത്തു കൊണ്ടിരുന്നു. അപ്പൊ നോമ്പ് എടുക്കാന് അവരുടെ കൂടെ ആവും, നോമ്പ് തുറക്കാന്. അപ്പൊ ഞങ്ങൾ തന്നെ ഉള്ളൂ, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യില്ല. സാധനം ഇവിടെ കൊടുന്നാണ് പോയതാണ്. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബത്തക്ക ഉണ്ട്, ലൈം ജ്യൂസ് ഉണ്ട്, പിന്നെ പാൽച്ചായ, പൊറോട്ട. കടി പിന്നെ ഞാൻ കടി ഉണ്ടാക്കിയിട്ടില്ല. കടി ഉണ്ടാക്കല് പത്തിരി ഇല്ല. പണ്ടൊക്കെ പറഞ്ഞാല് എല്ലാ നോമ്പിനും മാത്രമേ പത്തിരി ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ പിന്നെ ഇടക്കിടക്ക് പത്തിരി ഉണ്ടാക്കുന്നോണ്ട് പത്തിരി മടുത്തൊന്നുമല്ലട്ടാ. ഇപ്പൊ കുറച്ച് മുന്നേ നോമ്പിനൊക്കെ ഉണ്ടാക്കാലോ, ടൈം ഉണ്ടല്ലോ. അവിടെ നിന്ന് പൊറോട്ട ആക്കി. കുട്ടിമോനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കുട്ടിമോൻ വല്ലാതെ ഫുൾ എനർജിയുള്ള മോനാണ്. നോമ്പ് നോറ്റാലും നോമ്പ് നോറ്റിനെ കാട്ടി 10 ഇപ്പോഴാണ് പിന്നെ അവനക്ക് ക്ഷീണം വന്നത്. പൊന്നു വാ വാ, ഇടക്കിടക്ക് പൈച്ചുണ്ട്. ഞാൻ മനസ്സിൽ ചായ അടിച്ചോന്ന് പൈച്ചുണ്ടോ മോനു? വാ, ആ കൊലയമ്മത്തെ ലൈറ്റ് ഇട്ട് കാണും. വാ ദോശച്ചട്ടി വാ. അപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഞങ്ങള് നോമ്പ് തുറക്കുകയാണ്. എനിക്ക് നോമ്പുണ്ടടാ, നോമ്പില്ല, നോമ്പ് ഇറക്കണത് ഒരാള്. എങ്ങനെയുണ്ട് ലൈമേ? ബാങ്ക് കൊടുക്കണുള്ളൂ, കൊടുത്ത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. വിട്ടെന്ന് കൊടുന്നോ കേക്കുണ്ട്. പക്ഷെ അത് കേക്ക് ബാങ്ക് തന്നെയാണോ സംശയമാണ്. ഇജ്ജ് നോമ്പ് വെട്ടി, ഇവൻ നോമ്പ് വെട്ടി. പിന്നെ കൊടുക്കണ ഇജ്ജ് കുടിച്ചടാ. ഇജ്ജൊരു പാട്ടാടോ? ഈ ബാങ്ക് കഴിഞ്ഞിട്ട് ഒരു പാട്ട് അടിച്ചോ? മോശമാണ്. ഇല്ല, ബാങ്ക് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇങ്ങോട്ടെത്താൻ ഞാൻ പാടാം. അച്ഛന്റെ പൂക്ക ബാങ്ക് അച്ഛന്റെ പൂക്ക ഞാൻ കുടിച്ചോളാം. നോമ്പ് തുറക്കുമ്പോ ആകെ ആവശ്യമുള്ളത് വെള്ളമാണ് അല്ലേ. എത്ര നാരങ്ങളും കിട്ടിയാലും മതി. ഒരു ജ്യൂസിനെക്കാട്ടും ഇഷ്ടം നാരങ്ങളാട്ടാ. അപ്പോ അതൊരു കോമഡി ആയിട്ടാണ്. കുട്ടിമോൻ്റെ ഒരു കോമഡി ആക്കണം. ഈ ബാങ്ക് കൊടുക്കണ മുക്രി എങ്ങനെ നോമ്പറക്കല്? ബാങ്ക് കേട്ട ഉടനെ നോമ്പറക്കണ്ടേ? ചൂട് ചോദിക്കുവോ? അപ്പൊ ഇന്ന് നാരക ഉണ്ടാക്കിയ മിൻറ്റിലയും ഉണ്ടാക്കിയതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചിയും ഏലക്കായും മിന്റില്ല, എന്താണ് പുതിനൻ്റെ ഇല, എല്ലാം കൂടി ഇട്ടുകാണ്ട് ഇന്നത്തെ സ്പെഷ്യല് കറി. കളിയില്ലേ പരസ്യം ചെയ്തിട്ട് നിങ്ങൾ നീക്ക്. അപ്പൊ നോമ്പില്ലേ മോനോ? ഇങ്ങനെ ഓടി കളിച്ചു കണ്ടപ്പോഴേ അപ്പൊ ഞങ്ങൾ ചായ അടിക്കട്ടെട്ടാ. ഇപ്പൊ തിന്നോട്. ഇപ്പൊ പിന്നെ ഭക്ഷണത്തിന്റെ അരി കൂടി ആരെയും വന്നാൽ പിന്നെ പെട്ടെന്ന് നീച്ചോ. ഇപ്പൊ തിന്നു. അങ്ങനെ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ അരച്ച തന്നെ വേണം പറഞ്ഞപ്പോ തേങ്ങ അരച്ചാണ് എനിക്ക് ഇഷ്ടം. മുളകിട്ട് കറിയാണ്. മധുരട്ടോ? ഇങ്ങോട്ട് പഞ്ചസാര ഇട്ടോളാം. എന്താണെന്നറിയില്ല, തിന്നണ ഫുഡിനൊന്നൊരു ടേസ്റ്റ് ഇല്ല. എൻ്റെ അടുത്ത് കൊണ്ടല്ലോ ടേസ്റ്റ് ചെയ്യില്ല. എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഇല്ലേ? ഇല്ല, ഭയങ്കര മിസ് ചെയ്യലുണ്ട്. എന്താ വെച്ചാല് ഇത് കഴിക്കണ നേരത്തെ ഭയങ്കര രസമാണ്.
ഓരോരോ വർത്തമാനം പറഞ്ഞാൽ ഭയങ്കര രസത്തിൽ തിന്നണാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തെല്ലാം ഒരു അസ്വസ്ഥത, അത് തിന്നണതിൻ്റെ ഒരു ശരിയാവില്ല. ഇപ്പം ഞാനിട്ടൊരു അസ്വസ്ഥത ഇല്ല. നിങ്ങൾ വട്ടത്തിൽ ഇരുന്ന് തിന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പം ഉണ്ടാവും. ഇപ്പം ഇല്ല ഭക്ഷണം എല്ലാവരും ആയുസം വേണ്ടി കൊടുക്കട്ടെ. അതാണ് അവസ്ഥ. ഒന്ന് പുറത്തേക്ക് പോയതുകൊണ്ട് പോയപ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ്. അപ്പോൾ എല്ലാവരും പരിയുള്ള ആണുങ്ങളും മക്കളും എല്ലാവരും പഠിച്ച ആയുസിനെ നേടി കൊടുക്കട്ടെ. എന്താ വെച്ചാൽ വണ്ടീൻ്റെ എന്തോ പേപ്പർ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഉച്ചക്കൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് പോകാൻ വിളിച്ചപ്പോൾ അങ്ങനെ പോയത്. അപ്പൊ എന്താ ശരി വണ്ടിനെ മുതലാളിൻ്റെ വണ്ടിൻ്റെ എന്തോ പേപ്പർ ശരിയാക്കാൻ എന്തിനോ പോയതാണ്. ഉച്ചക്കൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് എന്താണ് പോകേണ്ടി എന്നാണ്. പക്ഷെ ചായയും കടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വന്നിട്ട് ഭയങ്കര ഒരു രസമില്ല. ഉപ്പില്ലാതെ കഞ്ഞുടിക്കുക അറിയില്ല. അതേപോലെ ഉപ്പില്ലാത്ത കഞ്ഞുടിക്കണ കഴിക്കുന്നത്. ഡോക്ക് ഞാൻ തിന്നൂട്ട മോനെയാണോ ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് നീക്കാൻ പറ്റിയ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇവനോട് പറഞ്ഞാൽ മതി. അതൊന്നും വെച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു ആരെയും വരിക എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ആള് പിന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ പിന്നെ ഇങ്ങനെ ആ ആളെ മുഖത്തൊക്കെ നോക്കി എങ്ങനെ ഇരിക്കും. ഇത് കയ്യോളം പിന്നെ ഇപ്പൊ ചീത്തറ അല്ലെങ്കിൽ ഓന്റെ കടി എടുത്ത് മാറ്റും. അപ്പോഴാ ബോധം വരുള്ളൂ. ആ തിന്നതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ കണ്ടിയെ പോണേ അങ്ങനെ കുറെ കടി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഒറ്റക്കുള്ളൊരു വീഡിയോ ആണ്. ഒരു രസമില്ല. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും. നാളെ വീഡിയോ എടുത്തെങ്കിൽ ഉണ്ടാവും. എല്ലാവരും നനച്ചുള്ള പരിപാടിയൊക്കെ എന്തായി കമന്റ് ചെയ്യോണ്ടിട്ടാ. കഴിഞ്ഞാന്ന് ഇവിടുത്തെ ഏകദേശം ഒക്കെ കഴിഞ്ഞിരിക്കണത്. കുട്ടിമോനും മോനും കൂടി കഴിച്ചില്ലേ. എന്റെ കുട്ടി അടുക്കളത്തെ റാക്ക് എന്താ കാട്ടിക്കണ്? എംസാന്റെ ഫുള്ള് കുത്തി പൊളിച്ച് നിലത്ത് കെട്ടിക്കണേ. 3 റാക്ക് വേണം. 2 റൂമും കുറച്ച് സ്ഥലമുള്ളൂ ഞങ്ങൾക്ക്. 2 റൂമും അടുക്കളയും അതിത്തെ റാക്കും എല്ലാ സംഭവം തട്ടിക്കൊട്ടി നന്നാക്കി മാറാലൊക്കെ തട്ടി അടിപൊളിയാക്കി തന്നു. പിന്നെ ടാങ്കി മോറി വാർപ്പിൻ്റെ ഫുള്ള് അടിച്ചോരി. പക്ഷെ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് അടിക്കാണ്ടേ. അപ്പോൾ പിന്നെ ഓല എല്ലാം ചെയ്തെന്നുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കഴുകാൻ എന്താ പറയുക കസാല കഴുകാൻ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉള്ളു. ഈ ജനലൊക്കെ ഒരു തോത്താണ്ട് ഞങ്ങളെ റൂമത്തെ ജനലൊക്കെ കുട്ടിമോൻ തോത്തി തന്നു. എനിക്ക് ആ പണിയെടുക്കാണ്ടല്ലോ. ഇവിടെ ഒരു എന്തെല്ലോ ഭാരം ഒഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടാ. വല്ലാതെ നന്നാക്കാനൊന്നുമില്ല. ഇനി കുറച്ചുള്ളൂ പണി. ബാക്കിയൊക്കെ കുട്ടിമോനും മോനും ഒക്കെ ചെയ്തെന്ന്. മോനക്ക് മോനോന്റെ പേരായിരുന്നു അസൂയ. മുഖം അവിടെ ഇങ്ങനെ ഇഞ്ചി അടിച്ചിട്ട് മോനെ പറയുമ്പോഴേ ഹറാമി അതിന്റെ അർത്ഥം എന്താ അറിയില്ല. ആ അടുക്കളയിലെ റാക്ക് ടാങ്കി എല്ലാം എന്താ അതിനുള്ളത് നമ്മൾ കൊടുക്കണ്ടേ. ഇവനോട് ജനാല തോത്താ പറഞ്ഞിട്ടാ. ഇവിടെ ജനാല തോത്തി വന്നപ്പോ അതേമാതിരി ചാടിയുള്ള ശീലയിട്ട് തോത്തിക്കണേ. ഞാൻ 2ാമത്തെ തോത്തി. ഇപ്പം പുറത്തു പോയി എടുത്തോന്നാണ് ആ വിറകിന്റെ തീന്ന്. അപ്പൊ ഞങ്ങളെ ചായ കൂടി മെല്ലും കഴിഞ്ഞപ്പോ ആളെത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ തിന്നുകാണ്ടൊക്കെയാണ് വന്നിക്കണത്. എന്താ വെച്ചാൽ ഞങ്ങക്ക് മാത്രമുള്ള കടിയെ കൊടുത്തിട്ടുള്ളൂ. കടി നോക്കുമ്പോ ഞങ്ങക്ക് മാത്രമുള്ള കറക്റ്റ് നിങ്ങൾക്ക് ഉണ്ട്. 10 അത് മതിയല്ലേ ഞങ്ങക്ക്. 3 പൊറോട്ട 2 കുട്ടിമോ 3 5 മോന് 3 അപ്പൊ 8 പൊന്നു 2. ഏതായാലും പൊന്നാര മക്കളെ 10 പൊറോട്ട കൊണ്ട് ഞാൻ വന്നപ്പോ പച്ച വെള്ളം ഇവിടെ ഇല്ല. കുല്ലും കലാസ്. അപ്പൊ ഏതായാലും 10 പൊറോട്ട ഇവിടെ ഒന്നും ബാക്കിയില്ല. ഞങ്ങൾ എന്താ ഇതോ ഞങ്ങളെ ഞാൻ അവർക്കുള്ള കൊടുത്തിട്ടുള്ളൂ. കാരണം ഞങ്ങൾ വഴിയിൽ നിന്ന് എന്തായാലും കഴിക്കും. കാരണം ഞങ്ങള് പോണ സർഫും ഞാനും നമ്മളെ മുതലാളി മുനീറൊക്കെയാണ് പോണത്. അപ്പൊ എന്തായാലും തീറ്റി ഉറപ്പാണ്. പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ട അതിനനുസരിച്ച് വാങ്ങിയിട്ടുണ്ടോ. ഇവരുടെ അടിച്ചു പൊളിച്ച് നോമ്പ് തുറന്നു വിടട്ടാ. അടിച്ചു പൊളിച്ചിട്ട് നല്ല എന്നെ മിസ് ചെയ്തിരുന്ന ഇല്ല, തീരെ മിസ് ചെയ്തിട്ടില്ല. അപ്പോ
ഇതില് എന്താ വെച്ചാല് നോമ്പറക്കണ നേരത്തെ ഭയങ്കര രസമാണ്. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഫുള്ള് കൊടുന്നക്കലും അതൊക്കെ ഒരു ഭയങ്കര, അത് ചെയ്യാനും വണ്ടി ചെയ്യുമ്പോൾ ഒരു ഭയങ്കര രസമാണ് നമുക്ക്. അത് കൊടുന്നക്കാൻ നമുക്ക് പറ്റായിട്ടൊന്നുമില്ല. ഫുള്ള് അവിടെ എന്റെ ശരീരം മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞാ മതി. നമുക്കിത് കൊടുന്നക്കാൻ പറ്റായിട്ടോ ചെയ്യായിട്ടൊന്നുമില്ല. പക്ഷെ അവര് കൊടുന്നക്കുമ്പോഴും അത് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. മക്കള് എല്ലാരും കൂടി ഇരുന്ന് തിന്നണതും മട്ടത്തില്. അപ്പൊ അതൊരു വേറെ രസമല്ല. അതാ പറഞ്ഞ അത് അതിന്റെ ഒരു മിസ്സിംഗ് ഉണ്ട്. അല്ലാത്ത മിസ്സിംഗ് ഒന്നുമില്ല. അപ്പൊ നിങ്ങളെല്ലാരും പറയുന്നത് എങ്ങനെ ഉണ്ടായിന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. വീഡിയോ എത്ര ഉള്ളൂ കണ്ടില്ല. ഞങ്ങളെ ജഗപൊകാളായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കല് ഇപ്പൊ ഉണ്ടാവുമ്പോ തിരക്കും കുറച്ചൊക്കെ കുറയും. ഞാൻ ഒറ്റയ്ക്ക് നമ്മളായിട്ടല്ല മക്കള് കൂടുതൽ തിരക്കുണ്ടാക്കല്. ഇപ്പാരായിട്ടല്ലല്ലോ. അപ്പൊ ഫുള്ള് തല്ലേന്ന് ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫുള്ള് തിരക്കേന്ന് തിന്നണ നേരത്തെ അടിച്ചു പിരിഞ്ച് വീഡിയോയിൽ കണ്ടിട്ടില്ല. രണ്ടാളും അടിച്ചു പിരിഞ്ച്. എന്താ വെച്ചാല് നനച്ചുളി പരിപാടി തേച്ചിക്കിനെ പറ്റിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്ന രണ്ടാളും കൂടി ഫുള്ള് ലാസ്റ്റ് നെലോളിയിലാണ് അമർന്നത്. ലാസ്റ്റ് നെലോളിയിലാണ് അമർന്നത്. സത്യനെ ഞാൻ പിന്നെ വീഡിയോ ഓഫാക്കി. പിന്നെ എടുക്കാൻ പറ്റിയില്ല എനിക്ക് വീഡിയോ. ഞാൻ പെരും ചൂടാവല്. ഒരു സംഘടനത്തേക്ക് നീങ്ങരുത്. അപ്പൊ ഒരു അടിപിടി ഒഴിവാക്കാൻ വേണ്ടി പോണം അല്ലേ? എല്ലാരും കൂടെ ഉള്ള വീഡിയോ എടുക്കാം. നല്ല ഒരു അടിപൊളി വീഡിയോ വേറെ ഒന്നും എടുക്കണ്ട്. കുറെ ഫാമിലി ബ്ലോഗ് കുറച്ച് ചെയ്തിട്ട് അല്ലേ? എല്ലാവർക്കും ബൈ. ബൈ. എല്ലാവർക്കും ബൈ ബൈ.